ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിൽ പലരും യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും സ്വന്തമായിട്ട് വീഡിയോ ചെയ്തിട്ട്. അങ്ങനെ ചെയ്യുന്ന വീഡിയോയിൽ പലപ്പോഴും നിങ്ങൾക്ക് ചില പോർഷൻസ് ബ്ലർ ചെയ്യണമെന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടാകാം. പേഴ്സണൽ ഇൻഫർമേഷൻസ് മറ്റുള്ളവർ കാണാതെ അതിനകത്ത് മറച്ചു വെക്കണമെന്ന് താല്പര്യം പലപ്പോഴും തോന്നിയിട്ടുണ്ടാകാം. ബ്ലറിംഗ് എങ്ങനെയാണ് വീഡിയോയിൽ പോസിബിൾ ആകുന്നത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. ശ്രദ്ധാപൂർവം കാണാം. ഓക്കെ, നമുക്ക് ഒരു വീഡിയോയില് ഒബ്ജക്ട്സും അതുപോലെ ഫേസുകളും ബ്ലർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ യൂട്യൂബ് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ആക്കാം. യൂട്യൂബ് അക്കൗണ്ടില് വീഡിയോസ് എന്നുള്ള ടാബിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനെ പ്രൈവറ്റ് ആക്കിയാണ് നിർത്തിയിരിക്കുന്നത്. 2 വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. രണ്ടിനെയും പ്രൈവറ്റ് ആക്കിയാണ് നിർത്തിയിരിക്കുന്നത്. ഇനി ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി. ആ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു. വീഡിയോ ഡീറ്റെയിൽസ് എന്നുള്ള പേജിലേക്ക് വന്നു. അവിടെ നമുക്ക് സാധാരണ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ടൈറ്റിൽ കൊടുക്കാം, അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അതോടെ തംബ്നെയിൽ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാകും. കസ്റ്റം തംബ്നെയിൽ നമ്മൾ ഇവിടെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ കിഡ്സിന് ബാധകമായ വീഡിയോ ആണോ അല്ലയോ എന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. കൂടുതൽ ടാഗുകൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഫ്രണ്ടിലേക്ക് വരാനുള്ള ടാഗുകളൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേജിലാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. എഡിറ്റർ എന്നുള്ള ബട്ടണിൽ നമുക്ക് പ്രസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വീഡിയോ യൂട്യൂബില് എഡിറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോയിലേക്ക് തുറന്നു വരും. ഇപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള വീഡിയോ എഡിറ്ററിലേക്ക് നമ്മുടെ വീഡിയോ ലോഡായി വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സാധാരണ കാണുമ്പോൾ ട്രിം ചെയ്യാനുള്ള ഒരു പോർഷനാണ് കാണുക. നമ്മൾ സാധാരണ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചില കോപ്പിറൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ചില വീഡിയോകൾ അല്ലെങ്കിൽ അതിനകത്ത് ചേർത്തിരിക്കുന്ന സോങ്സ് അത് കോപ്പിറൈറ്റ് ഉള്ളതാണെങ്കിൽ പിന്നീട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ട്രിം ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്ത് കളയുകയൊക്കെ വേണ്ടി വരും. അപ്പൊ അതിന് ഈ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ വരിക. വീഡിയോ ഡിലീറ്റ് ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ നിന്ന് ട്രിം ചെയ്യാനും അതോടൊപ്പം മ്യൂട്ട് ചെയ്യാനും ഒക്കെയുള്ള സ്പേസ് ഇതാണ്. ഈ ഏരിയയിൽ അല്പം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ബ്ലർ എന്നുള്ള ബട്ടൺ കാണാം. ആഡ് ബ്ലർ എന്നുള്ള ബട്ടൺ കാണാം. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആഡ് ബ്ലർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു വിൻഡോയിലേക്ക് പോകും. അവിടെ ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. നമുക്ക് പുതിയ വിൻഡോയുടെ മുകളിൽ സേവ് ആസ് ന്യൂ വീഡിയോ എന്നുള്ള ബട്ടൺ കാണാം, സേവ് ബട്ടൺ കാണാം, റിവേർട്ട് ടു ഒറിജിനൽ എന്നുള്ള ബട്ടൺ കാണാം. അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ വീഡിയോ ആയിട്ടാണ് ഇതിനെ കിട്ടേണ്ടതെങ്കിൽ സേവ് ആസ് ന്യൂ വീഡിയോ ബട്ടൺ പ്രസ് ചെയ്യണം. പഴയ വീഡിയോ അപ്ഡേറ്റ് ചെയ്താൽ മതി എങ്കിൽ സേവ് ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും. റിവേർട്ട് ടു ഒറിജിനൽ ആണെങ്കിൽ മാറ്റങ്ങളൊന്നും വേണ്ട എന്നാണ് അതിന്റെ ആവശ്യം. ഇവിടെ 2 രീതിയിലുള്ള ബ്ലറിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ബ്ലറിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇത്തരം ഒരു മൂവ്മെന്റ്സ് ഉള്ള വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. ബ്ലർ ഫേസസ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ബ്ലർ. നമുക്ക് ബ്ലർ ഫേസസ് എന്നുള്ള ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ വീഡിയോയിൽ വന്നു കയറിയിരിക്കുന്ന പല ഫേസുകള് മാറ്റി കാണിക്കണം. അബദ്ധവശാൽ നമ്മുടെ വീഡിയോയിലേക്ക് ചിലർ വന്നു കയറിയിട്ടുണ്ട്. അവരെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ തോന്നുന്നെങ്കിൽ നമുക്ക് അവരുടെ ഫേസുകൾ ബ്ലർ ചെയ്യാം. അതിന് എഡിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പൊ ബ്ലർ ഫേസസ് എന്നുള്ള ഒരു വിൻഡോ വന്നു. ഇവിടെ ഞാൻ മാത്രമേ ഈ വീഡിയോയിൽ ഉള്ളൂ, അതുകൊണ്ട് എന്റെ മാത്രം ഫേസ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഫേസിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിനിയും ഇവിടെ പ്രിവ്യൂ ബട്ടൺ ഒന്ന് പ്ലേ ചെയ്യാം. ഇത് മനഃപൂർവ്വമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. കാരണം മൂവ്മെന്റ്സ് വരുമ്പോൾ നിങ്ങൾ നോക്കാം, എന്റെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലർ ആയിട്ട് പോവുകയാണ്. ഞാൻ എങ്ങോട്ട് മൂവ് ചെയ്ത് പോയാലും എന്റെ മുഖം ബ്ലർ ആയിട്ടാണ് നിൽക്കുക. മറ്റുള്ളവർക്ക് ആ ഫേസ് കാണാൻ സാധിക്കുകയില്ല. മനസ്സിലായില്ലേ? ഇത് എഫക്റ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻസൽ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോ നമ്മളുടെ വീഡിയോയിൽ എങ്ങനെയാണ് ഫേസസ് ബ്ലർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. രണ്ടാമത്തെ ആവശ്യം നമുക്ക് കസ്റ്റം ബ്ലറിംഗ് എന്നുള്ള ഓപ്ഷനിൽ കൂടെ നമുക്ക് തരുന്ന സൗകര്യം നമ്മളുടെ വീഡിയോയ്ക്കകത്ത് വന്നുപെട്ടിരിക്കുന്ന മറ്റു ഒബ്ജക്ട്സുകളെയൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. എഡിറ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതായത് പുതിയൊരു വിൻഡോ വന്നു. ഈ വിൻഡോയിൽ താഴെ എഴുതി കാണിച്ചിരിക്കുന്നു സെലക്ട് ഒബ്ജക്ട്സ് ഇൻ യുവർ വീഡിയോ ടു ബ്ലർ. പക്ഷെ നമ്മൾ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോ നിന്നു പോകും. വീണ്ടും സെലക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വീഡിയോ പ്ലേ ആകും. ഞാനിത് പലതവണ ചെയ്ത് നോക്കി. അവസാനം ഈ പരിപാടി അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിച്ചാണ്. കാരണം നമ്മളൊരു ഐറ്റം സെലക്ട് ചെയ്യണമെങ്കിൽ മൗസ് വെച്ച് ഡ്രാഗ് ചെയ്യണം. ഇത് ഡ്രാഗ് ചെയ്യാൻ ആദ്യത്തെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വീഡിയോ നിൽക്കും.
അടുത്ത ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വീഡിയോ പ്ലേ ആകും. നമുക്കിവിടെ ചെയ്യാനുള്ള ഒരു കാര്യം റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഹൈഡ് കൺട്രോൾസ് എന്നുള്ള ഒരു കമാൻഡ് അവിടെ കാണാം. ആ ഹൈഡ് കൺട്രോൾസ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്ലേ ബട്ടണും കാര്യങ്ങളും ഇവിടെ നിന്ന് ഒഴിവായി. ഇനിയിപ്പോ മുകളിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഹിറ്റ് സ്പേസ് കീ ടു പ്ലേ ഓർ പോസ് ദ വീഡിയോ എന്ന്. ഇനി നിങ്ങൾക്ക് അവിടെ പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും വേണ്ടി നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ സ്പേസ് ബാർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിനി തുടക്കത്തിൽ നിന്ന് വീഡിയോ പ്ലേ ചെയ്തിട്ട് അതിനുള്ളിലുള്ള ഒബ്ജക്ട്സിനെ ഹൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എൻ്റെ ഉടുപ്പിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പേന, അതിനെ ഹൈഡ് ചെയ്യണം. അപ്പൊ ഞാൻ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അവിടെ ഒരു സെലക്ഷൻ ബോക്സ് വന്നു കഴിഞ്ഞു. ഇവിടെ ഒരു ബോക്സ് വന്നു കഴിഞ്ഞു. ഞാൻ അതിനെ അങ്ങ് റിമൂവ് ചെയ്യുകയാണ്. ഇവിടെ അതേപോലെ ഒരു സെലക്ഷൻ വന്നു, അതിനെ ഒഴിവാക്കി. നമുക്ക് പോയിന്റർ ആദ്യത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ആ പേനയുടെ മുകളിൽ ഞാനൊരു ബോക്സ് വരച്ചു ചേർക്കുകയാണ്. ഇപ്പം താഴെ ഒരു കംപ്ലീറ്റ് ലൈനിൽ ഒരു ബോക്സ് വന്നു. അതായത് ഞാൻ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് ഉണ്ട്, ആ സമയത്തെല്ലാം എൻ്റെ പോക്കറ്റിൽ പേനയുണ്ട്. അതുകൊണ്ട് അത്രയും സമയം ഈ പേന മറയ്ക്കണം എന്നാണ് താഴെ കാണിച്ചിരിക്കുന്നത്. സ്പേസ് ബാർ ഹിറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ നോക്കുക, ഞാൻ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ആ ബോക്സ് എൻ്റെ പോക്കറ്റിലുള്ള പേനയെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ഒബ്ജക്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അടുത്തൊരു ഒബ്ജക്റ്റ് വരുമ്പോൾ അതിനെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഇതൊരു ബോക്സ് ഇവിടെ വന്നു. ഇതിനെ അതേപോലെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമുക്കിനി പ്ലേ ചെയ്യാം. അടുത്ത പ്രാവശ്യം ആ ഒബ്ജക്റ്റ് പുറത്ത് പോയതിനു ശേഷമാണ് അവിടെ വന്നത്. അതുകൊണ്ട് അതിനെ പിന്നെയും നമ്മൾ ഹൈഡ് ചെയ്യണം. നമുക്ക് ഇവിടുന്ന് ഒന്നുകൂടെ പ്ലേ ആക്കി നോക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ വീഡിയോയിലുള്ള ഒബ്ജക്ട്സിനെ ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോയിൽ അബദ്ധവശാൽ വരുന്ന ഫേസുകൾ എങ്ങനെ ബ്ലർ ചെയ്യണം, അതുപോലെ അബദ്ധവശാൽ നിങ്ങളുടെ വീഡിയോയിൽ വന്നു ചേർന്നിരിക്കുന്ന ഒബ്ജക്ട്സുകൾ, ഒരുപക്ഷെ നിങ്ങളുടെ വീഡിയോയുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അവിടെ പാസ്വേഡ്സ് എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാകാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്ക്രീനിൽ വന്നിട്ടുണ്ടാകാം. അതിനെയൊക്കെ ഒഴിവാക്കാൻ കൂടെ നമുക്ക് ഇത്തരം ഒരു ബ്ലറിംഗ് എഫക്റ്റ് യൂസ് ചെയ്യാം. മനസ്സിലായി കാണുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ കോപ്പിറൈറ്റിന്റെ പ്രശ്നം വന്നാൽ ആ കോപ്പിറൈറ്റിന്റെ പ്രശ്നം അവര് ഉയർത്തിയിരിക്കുന്ന ഒരു പോർഷൻ ഏതാണോ ആ പോർഷൻ ഇതുപോലെ നമുക്ക് ഹൈഡ് ചെയ്ത് കളയാനോ, അല്ലെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന ട്രിം എന്നുള്ള മെത്തേഡ് വഴി നമുക്ക് അത്രയും ഏരിയ ട്രിം ചെയ്ത് കളയാനോ ഒക്കെ സാധിക്കും. അപ്പോ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ബ്ലറിംഗ് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കരുത്. ഓക്കെ, നന്ദി.